ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എയർ ഫ്രൈഡ് ബീഫ് ഷവർമ. അപ്പൊ ഉണ്ടാക്കിയാലോ? അപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേർഡ്, സോൾട്ട്, ഗരം മസാല, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വിനേഗർ ഇതൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ബീഫ് മാക്സിമം ബീഫ് ചെറിയൊരു സ്ലൈസ് ആക്കി കട്ട് ചെയ്യുക. പിന്നെ ബീഫിൻ്റെ ഫാറ്റും, എന്നിട്ട് ഓരോ ലെയർ അടുക്കുന്നതിനൊപ്പം ബീഫിൻ്റെ ഫാറ്റ് വെക്കുക. പിന്നെ ഇപ്പോൾ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഷവർമ എന്ന് പേര് വന്നത് ഷവർമ ആയതുകൊണ്ടാണ്. ഇതുപോലെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഒരു കോഴീനെ എടുത്ത് കുഴിയിൽ മൂടിയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ പോലും അത് കുഴിമന്തി ആവാം. ഇതുപോലെ പല പൊട്ടത്തരങ്ങളും പല ആൾക്കാരും പറഞ്ഞു തരും. അതിൻ്റെ റിയാലിറ്റി നമ്മളായിട്ട് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക്, ഗാർലിക്, ഷുഗർ, സോൾട്ട്, ഓയിൽ ഇത് മാത്രം മതി. ഇതൊരു എഗ്ലെസ് മയോ ആണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചില്ല ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ് ഇത്. പിന്നെ ഓണിയൻ, ടൊമാറ്റോ, നമ്മൾ ഉണ്ടാക്കിയ ബീഫ്, പിന്നെ മയോണൈസ് ഇത്രയാക്കി കഴിഞ്ഞാൽ ബീഫ് ഷവർമ റെഡി. എയർ ഫ്രയറിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് 100 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ്. അതൊന്ന് കുക്കായതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ വെക്കുക. അപ്പം വീട്ടിലുണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം.